അച്ഛാ, എന്തിനാ മോളെ ഞങ്ങളെ വിഷമിപ്പിക്കുന്നേ? ഞാൻ എന്താ ചെയ്യണ്ടേ? അത്രത്തോളം ഞാൻ വിശ്വസിച്ചു പോയി. എന്നെ മനഃപൂർവ്വം ചതിക്കായിരുന്നില്ലേ? മറ്റൊരുത്തിയുടെ കൂടെ ജീവിച്ചിട്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലേ? ഞാനതെങ്ങനെ സഹിക്കു വെച്ച? സത്യം അറിയാതെ മോള് സംശയിക്കുന്ന അന്ന് എന്താ സംഭവിച്ചെന്നറിയോ? അമ്മവാ. എന്താ മോനെ, എന്താ നിനക്ക് പറ്റിയത്? നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. ഉറക്കൊഴിയണ്ട, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അമ്മവാ, ഈ കല്യാണം നടക്കാൻ പാടില്ല അമ്മവ. എന്താ എന്താ നീ പറഞ്ഞത്? എന്റെ സീതാലക്ഷ്മി വഞ്ചിച്ചവനാണ് ഞാൻ. തെറ്റ് ചെയ്തവനാണ് ഞാൻ. നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാനുള്ള യോഗ്യത എനിക്കില്ല. നീ അറിഞ്ഞോണ്ട് ചെയ്ത തെറ്റല്ലല്ലോ മോനെ അത്. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അല്ലെങ്കിലും തെറ്റല്ലാതാകൂ. മോനെ, നീ ഓരോന്ന് ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഈ വിഷയം അവൾ അറിയാതിരുന്നാ പോരെ? അത് അവളോട് ചെയ്യുന്നൊരു തെറ്റാ. ഈ വിവരം ഇപ്പൊ തന്നെ അവളോട് തുറന്നു പറയണം എനിക്ക്. ഈ വിവരം നീ ഇപ്പൊ അവളോട് പറഞ്ഞ നഷ്ടപ്പെടുന്നത് അവളുടെ ജീവിതമായിരിക്കും. അവളുടെ കുറ്റം കൊണ്ടാണ് ഈ വിവാഹം നടക്കാതെ പോയതെന്ന് നാട്ടുകാർ തെറ്റിദ്ധരിക്കും. അതോടെ ഈ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും തകരും. ഈ മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടക്കണം. അങ്ങനെ നടന്നില്ലെങ്കിൽ ഞാനും എന്റെ കുടുംബവും കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യും. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. ഈ അച്ഛൻ പറയുന്നത് മോള് വിശ്വസിക്കണം. മനസ്സിൽ വഞ്ചനയുള്ളവനായിരുന്നെങ്കിൽ ഒരിക്കലും ആ സത്യം അവൻ എന്നോട് തുറന്നു പറയില്ലായിരുന്നു മോളെ. ഇനിയെങ്കിലും നീ അവനെ വിശ്വസിക്കണം, ആത്മാർത്ഥമായി സ്നേഹിക്കണം. അവനൊരു പാവാ മോളെ.